ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് കൊറിയൻ ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു ചാനലാണ് കേട്ടോ, കൊറിയൻ ആൽഫബറ്റ്സ്, ഹൗ ടു ലേൺ കൊറിയൻ ആൽഫബറ്റ്സ്. എൻ്റെ ഫുള്ള് സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കൊറിയൻ ആൽഫബറ്റ് നമ്മൾ സ്റ്റെപ്പ് ബൈ ആണ് പഠിക്കുന്നത്. ഫസ്റ്റ് ലേൺ ചാപ്റ്റർ എന്ന് പറയുന്നത് കൊറിയൻ ആൽഫബറ്റ്സ് ആദ്യം പറഞ്ഞിരിക്കണം. പ്രൊനൗൺസിയേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് 5 ആൽഫബറ്റ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ എ എങ്ങനെയാണ് നമുക്ക് എഴുതണേന്ന് നോക്കാം. പ്രൊനൗൺസിയേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായി എഴുതുന്നതായിരിക്കും. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു വര ഇട്ടിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ഒരു വര, എല്ലാ അക്ഷരത്തിനും മുന്നേ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ടിട്ട് ആ വര ഇട്ട് കൊടുക്കണം. ഭയങ്കര സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആൽഫബറ്റ്സ് വേണമെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോയും കൂടി ഇടുന്നുണ്ട്, അതൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തത് ബി ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബിയിനും നമ്മൾ ഒരു എന്താ പറയുക 0 ഇട്ട് കൊടുക്കണം മുന്നേ. എന്നാലേ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ വെറുതെ എഴുതിയതാണ്. ശരിക്കും പ്രൊനൗൺസിയേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായി എടുക്കുന്നതായിരിക്കും. കൂട്ടി വായിക്കാനും കൂടെ നമുക്കിത് വേണ്ടേ. സോ അതൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം പഠിച്ച ഫസ്റ്റ് 5 ലെറ്റേഴ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ്റെ ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ. അതുപോലെ തന്നെ അത് കൂട്ടി വായിക്കാനും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ബി. ബ എന്നാണ് മെയിനായിട്ട് പറയാം. പിന്നെ സി ആണ് നമ്മൾ നോക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് സി ആണ്. അപ്പൊ നമ്മുടെ സി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. സി എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വി ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് അടിയിലേക്ക് തിരിച്ചിടാം. മുകളിലൊരു വരയിടാം, അതിന്റെ മുകളിലൊരു വരയിടാം. ആക്ച്വലി കൊറിയൻ ആൽഫബറ്റ്സ് ആർ വെരി ഈസി. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊറിയൻ ആൽഫബറ്റ്സ് പഠിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ഓ ഇട്ട് കൊടുക്കണം. വളരെ ഈസിയാണ്. നമുക്കെല്ലാം ഇംഗ്ലീഷിനെക്കാളും ഈസി ആയിട്ട്, അതിൻ്റെ അത്രയും ഗ്രാമേഴ്സ് ഒന്നും ഇല്ല, നമുക്ക് അതിൻ്റെ സോങ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ റിപ്പീറ്റ് വിത്ത് മീ. ഓക്കെ, ഇത് സി ആൻഡ് എച്ച് സി ആൻഡ് സി. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ഫുൾ വീഡിയോ വേണമെങ്കിൽ മീൻസ് അടുത്ത സെക്ഷൻ വേണമെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ അടുത്ത വീഡിയോ ഞാൻ ഇനി നെക്സ്റ്റ് സാറ്റർഡേ ഇടുള്ളൂ. ഓരോ വീക്കിൽ ഞാൻ 1 വീഡിയോ വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇത് പഠിച്ചിട്ട് വരണം. അടുത്തത് ഡി ആണ്. ഡി ഭയങ്കര വലിയ അക്ഷരത്തിൽ എഴുതുന്ന, ഗ്രീൻ മാർക്കറിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഡി നമ്മൾ തെറ്റിപ്പോയപ്പോൾ നമ്മൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് ഡാർക്ക് ആക്കുന്നുണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ് കൊറിയൻ. നിങ്ങൾ ഭയങ്കര സബ്സ്ക്രൈബ് ചെയ്താലേ ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതിന് മുമ്പ് നമ്മളൊരു ഓ ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര സിമ്പിളായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ഇത് വെച്ച് നമുക്ക് സെൻറ്റൻസ്, സ്റ്റോറീസ്, സോങ്സ് എല്ലാം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ പച്ചവെള്ളം പോലെ കൊറിയൻ പറയും. അതുപോലെ തന്നെ എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു തമിഴ് ലാംഗ്വേജ് പഠിപ്പിക്കുമെന്ന്. അത് നമ്മൾ കൊറിയൻ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം. പിന്നെ ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി. ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. അടുത്ത ഇ എന്നാണ് പറയാം. അടുത്തത് ഇ. നമ്മുടെ 0 മുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈനെ എ എഴുതിയ പോലെ തല തിരിച്ചിടണം. ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ഇ മറന്നു പോയത്. എ റൈറ്റ് സൈഡ്, ഇ ലെഫ്റ്റ് സൈഡ്. ആൻഡ് ആഫ്റ്റർ വി വാണ്ട് ടു റൈറ്റ് എ ലെഫ്റ്റ് സൈഡ് ആൻഡ് വി വാണ്ട് ടു പുട്ട് എ long narrow what I say straight one. So repeat with me. A B C D E F. Okay, only E. A B C G A. Let's repeat. A B C G A. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്, കൊറിയൻ ആൽഫബറ്റ്സ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വൈകാതെ തന്നെ ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. കൊറിയത്തെ ബേസിക് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഹായ് എന്ന് പറയുന്നത് അന്യു, ആൻഡ് താങ്ക് യു എന്ന് പറയുന്നത് ഗുവാസയോ. പിന്നെ ഹലോ എന്ന് പറയുന്നത് അന്നസയോ ആൻഡ് താങ്ക് യു. ഗുവാസയോ, ഹലോ, അന്യു ആൻഡ് ബൈ, അന്നസയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്താലേ അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോ വരുള്ളൂ. ഇത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്റർ 2 ഉണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വേണേൽ സബ്സ്ക്രൈബ് ചെയ്യാം. എനിക്കറിയാം ക്യാമറ ഫിൽറ്ററിൻ്റെ കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന്. അപ്പോൾ നല്ല വിഷമമുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു ചാപ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത പുതിയ എക്സ്പെരിമെൻറ്റ്സോ ക്രാഫ്റ്റ്സോ ആയിട്ട് കാണാം. So bye.
ആൻഡ് ഓൾസോ ബൈ എന്താ പറയാ? അന്നേസയോ. അന്നേസയോ.